ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കാണുന്നത് ലോകത്തിലെ 99% കാർഗോ കൈകാര്യം ചെയ്യുന്നത് കടലിലൂടെ കപ്പൽ മാർഗമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിനുത്തമ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ചെറിയ ചെറിയ ആരോ മാർക്കുകൾ. കാരണം ഈ ആരോ മാർക്കുകളെല്ലാം കപ്പലുകൾ തന്നെയാണ്. അത് ഫീഡർ വെസലാവട്ടെ, അൾട്രാ ലാർജ് വെസലാവട്ടെ, ലാർജ് വെസലാവട്ടെ, പല രീതിയിലുള്ള കപ്പലുകളാണ് ഇപ്പോൾ നമ്മൾ കടലിൽ കാണുന്നത്. അതിൽ നമ്മൾ ഈ കാണുന്ന നമ്മുടെ പോർട്ടിൻ്റെ അവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്ക് വരാൻ കാരണം എന്നുള്ളത് ഈസ്റ്റ് വെസ്റ്റ് സീ റൂട്ട്. അതായത് ഈസ്റ്റിൽ നിന്നൊരു കപ്പൽ വെസ്റ്റിലേക്ക് പോകുന്ന ഈസ്റ്റ് വെസ്റ്റ് സീ റൂട്ട് നമ്മുടെ പോർട്ടിൻ്റെ അടുത്തുകൂടിയാണെന്നുള്ളതാണ്. അതായത് വെറും 10 നോട്ടിക്കൽ മൈൽ അകലെ മാത്രമേ ഉള്ളൂ. കിലോമീറ്റർ പറഞ്ഞാൽ വെറും 18 കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിൽ നിന്നും ഈസ്റ്റ് വെസ്റ്റ് സീ റൂട്ടിലെ ഏറ്റവും തിരക്ക് കൂടിയ ഷിപ്പിംഗ് റൂട്ട് തൊട്ടടുത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായ MSC ജെയ്ഡ് സർവീസിന്റെ ഭാഗമായിട്ട് നമ്മുടെ പോർട്ടിൽ വരുന്നതിന്റെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് നാച്ചുറലായിട്ട് തന്നെ 18 മുതൽ 22 മീറ്റർ വരെ ഡീപ്പ് വാട്ടർ പോർട്ടും ഉള്ളത് കൊണ്ട് തന്നെയാണ്. 2-3 ഫാക്ടറാണ് ഇത്രയും വലിയ കപ്പലുകൾ നമ്മുടെ പോർട്ടിൽ വന്നു പോകുന്നത്. അടുത്ത MSC അയർണയ്ക്ക് ശേഷം MSC ഗുൾസൺ എന്ന് പറയുന്ന ഒരു കപ്പൽ ഇപ്പോൾ സിംഗപ്പൂർ പോർട്ടിൽ നിന്ന് വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്നുണ്ട്. അത് എടുത്തു പറയാൻ കാരണം, നമ്മൾ അയർണ വരുന്നതിന് മുന്നേ ലോകത്തിലെ ഏറ്റവും കപ്പലുകളായ 6 കപ്പലുകൾ അയർണ സീരീസിലുള്ള കപ്പലുകളാണ്. നമ്മൾ പലപ്പോഴായിട്ട് പറയും MSC അയർണ സീരീസിലെ കപ്പൽ എന്ന് പറഞ്ഞതുപോലെ ഇനി ഗുൾസൺ സീരീസിലെ കപ്പൽ എന്ന് പറയാം. MSC അയർണയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പെങ്കിൽ MSC അയർണ വരുന്നതിന് മുന്നേ, അതായത് 2023 മുന്നേ MSC ഗുൾസൺ എന്ന് പറയുന്ന കപ്പലാണ് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ. അല്ലെങ്കിൽ അതും ഒരു 6 കപ്പലാണ് ഗുൾസൺ സീരീസിലെ കപ്പലുകൾ എന്ന് പറയുന്നത്. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായിരുന്നു. അതിനുശേഷമാണ് MSC അയർണ വന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന MSC ഗുൾസൺ ഉടൻ തന്നെ വിഴിഞ്ഞം പോർട്ടിലേക്ക് എത്തും. നമുക്ക് ഗുൾസന്റെ കറണ്ട് സ്റ്റാറ്റസിലേക്ക് പോകാം. നമുക്ക് നോക്കാം ഇപ്പോൾ കപ്പൽ ഇപ്പോൾ ഏത് ഭാഗത്താണ് എത്തിയിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കപ്പലിൽ നമുക്ക് ഈ റെഡ് ആരോ മാർക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഷിപ്പ് ട്രാക്കിംഗ് സോഫ്റ്റ്വെയറിലെ റെഡ് ആരോ മാർക്കാണ് കാണുന്നത്. സിംഗപ്പൂർ പോർട്ടിൽ നിന്നാണ് നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിലേക്ക് MSC ഗുൾസൺ വരുന്നത്. ഇപ്പോൾ മലേഷ്യ എത്തിയിട്ടില്ല. മലാക്ക കടലിലിട്ടു. ഷിപ്പ് എത്താൻ പോകുന്നേ ഉള്ളൂ. നമുക്ക് ഷിപ്പിന്റെ കറണ്ട് സ്റ്റാറ്റസിലേക്ക് പോയി കഴിഞ്ഞാൽ ഷിപ്പിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 15.2 നോട്ടിക്കൽ മൈൽ സ്പീഡ് തന്നെയാണ്. ഡെസ്റ്റിനേഷൻ സിംഗപ്പൂർ ടു തിരുവനന്തപുരം എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ETA എക്സ്പെക്ടിംഗ് ടൈം ഫോർ അറൈവൽ എന്ന് പറയുന്നത് 19/6/2025 10 PM ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഷിപ്പിന്റെ കറണ്ട് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 16.6 മീറ്റർ ആണ്. അത് ഞാൻ ഇൻഫോൺ റിസീവ് ചെയ്യുന്നത് 15/6/2025 12:44 PM ഞാൻ ഇൻഫോൺ റിസീവ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് MSC ഗുൾസൺ. ഇപ്പോൾ നമുക്ക് ഷിപ്പിന്റെ കറണ്ട് ഡീറ്റെയിൽ അറിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത് ഷിപ്പ് ഏത് ഭാഗത്തു നിന്നാണ് നമ്മുടെ പോർട്ടിലേക്ക്, അതായത് ഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത 2-3 പോർട്ട് നമുക്ക് ഹിസ്റ്ററി ആയിട്ട് കാണാനും സാധിക്കും. നമുക്കിത് വേൾഡ് മാപ്പാണ്. നമുക്ക് വളരെ വ്യക്തമായിട്ട് ഷിപ്പ് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാനായി സാധിക്കും. നമുക്ക് നോക്കാം. ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവസാനമായി കയറിയ പോർട്ട്, അതായത് നമ്മുടെ പോർട്ടിൽ വരുന്നതിന് മുന്നേ കയറിയ പോർട്ട് സിംഗപ്പൂർ പോർട്ടാണ്. അതിന് മുന്നേ കയറിയ പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ കപ്പലും ചൈനയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷാങ്ഹായിലെ യാൻചൻ പോർട്ടിൽ നിന്നാണ് ഷിപ്പ് സിംഗപ്പൂരിന് മുന്നേ വന്നിട്ടുള്ളത്. അതിന് മുന്നേ വന്ന ഏത് പോർട്ടും ചോദിച്ചു കഴിഞ്ഞാൽ അതും നമുക്ക് അറിയാൻ സാധിക്കും. നമുക്കൊന്ന് യാൻചൻ പോർട്ട്, യാൻചൻ പോർട്ട്, സിംഗപ്പൂർ പോർട്ട്, വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട്, ഇങ്ങനെയാണ് ഇപ്പോൾ ഷിപ്പിന്റെ കറണ്ട് അതായത് റൂട്ട് മാപ്പ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. ചൈനയിൽ തുടങ്ങുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ ലോകത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ്. അതുകൊണ്ടാണ് എല്ലാ ഷിപ്പുകളും അവിടെ നിന്ന് ലോഞ്ച് ചെയ്യുന്നത്. നമുക്കിനി ഷിപ്പിന്റെ കൂടുതൽ ഡീറ്റെയിൽ എന്ന് പറയുമ്പോൾ ഷിപ്പിന്റെ മെഷർമെന്റ് എങ്ങനെയാണ്, എത്രത്തോളം വലിപ്പമുണ്ട്, കണ്ടെയ്നർ കപ്പാസിറ്റി എത്രയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. MSC ഗുൾസൺ നമുക്കറിയാം. IMN നമ്പർ 9839430, ഫ്ലാഗ് പനാമ, വെസൽ ടൈപ്പ് കണ്ടെയ്നർ ഷിപ്പ്. ഇനി നമുക്ക് കൂടുതൽ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ ഷിപ്പ് ബിൽഡ് ചെയ്തിട്ട് 4/7/2019 ബിൽഡ് ചെയ്ത ഷിപ്പാണ്. ഇത് ഡിസൈനിങ് MSC മെഗാമാക്സ് 24 എന്ന് എഴുതിയിട്ടുണ്ട്. MSC മെഗാമാക്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന സൂയിസ് കനാൽ വഴി പാസ് ചെയ്യുന്നതാണ് മെഗാമാക്സ്. ഇനി പനാമാക്സ് എന്ന് പറഞ്ഞാൽ പനാമ കടലിലൂടെ പാസ് ചെയ്യുന്ന പ്രത്യേക ഡിസൈനുള്ള ഷിപ്പുകളാണ് ഈ 2 കാറ്റഗറിയിൽ പെടുത്തിയിട്ടുള്ളത്. ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഡിസൈൻ ഓഫ് MSC മെഗാമാക്സ് 24 എന്നാണ് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കുന്നത്. ഇനി നമുക്ക് ഷിപ്പിന്റെ ലെന്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഷിപ്പിന്റെ ഓവറാൾ ലെന്ത് എന്ന് പറയുന്നത് 399.9 മീറ്റർ ആണ്. അത് സെയിം ആസ് ടു MSC അയർണയും അത് തന്നെയാണ്. ബർത്ത് അല്ലെങ്കിൽ ബ്ലീം എന്ന് പറയുന്നത് 61.5 മീറ്റർ ആണ്. മാക്സിമം ഡെപ്ത് എന്ന് പറയുന്നത് 33.2 മീറ്ററും
മാക്സിമം ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 17.74 മീറ്ററാണ്. 22 നോട്ടിക്കൽ മൈൽ സ്പീഡ് സഞ്ചരിക്കാൻ പറ്റുന്ന കപ്പലിന് 22,384 TEU ആണ് കണ്ടെയ്നർ കപ്പാസിറ്റി. ഈ കണ്ടെയ്നർ കപ്പാസിറ്റിയാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. MSC അയർണ ആണെങ്കിൽ 24,346 TEU കണ്ടെയ്നർ കപ്പാസിറ്റി ഉള്ളപ്പോൾ MSC ഗുൾസൺ 22,384 TEU ആണ്. അതായത് 1962 TEUയുടെ വ്യത്യാസമാണ് MSC ഗുൾസനും MSC അയർണയും തമ്മിലുള്ളത്. റീഫർ കണ്ടെയ്നർ സെയിം എസ് ടു തന്നെയാണ്. 2024 റീഫർ കണ്ടെയ്നറാണ് MSC ഗുൾസണിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വലിയൊരു അൾട്രാ ലാർജ് വെസൽ എന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാനായി സാധിക്കും. ഇതാണ് MSC ഗുൾസൺ MSC അയർണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൈസിൽ സെയിം ആണെങ്കിലും കണ്ടെയ്നർ കപ്പാസിറ്റിയിൽ വ്യത്യാസമുണ്ട്. ഒരു ഷിപ്പിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് അതിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന കണ്ടെയ്നർ കപ്പാസിറ്റിയുടെ വലിപ്പം തന്നെയാണ്. അല്ലാതെ ഈ നീളവും വീതിയും വെച്ചിട്ടല്ല അതിപ്പോൾ മെഷർ ചെയ്യുന്നത്. അതാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഇനി നമുക്ക് അടുത്തറിയേണ്ടത് നമ്മുടെ പോർട്ടിൽ എത്രമാത്രം കപ്പലുകളാണ് നിലവിൽ ഇപ്പോൾ ഉള്ളതെന്നാണ് അറിയേണ്ടത്. നമുക്ക് ആ ഒരു വ്യൂവിലേക്ക് പോകാം. അതായത് ഇപ്പോൾ നിലവിൽ മൂറിങ്ങിലുള്ള കപ്പലുകളും പുറത്ത് ഔട്ടർ ആങ്കറേജിലുള്ള കപ്പലുകളുമാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. നമുക്ക് ആ ഒരു ഡീറ്റെയിലേക്ക് പോകാം. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിൽ നിലവിൽ ഇപ്പോൾ ഔട്ടർ ആങ്കറേജിൽ എത്ര കപ്പലുകൾ ഉണ്ട് എന്നാണ് നമുക്ക് നോക്കുന്നത്. ധാരാളം കപ്പലുകൾ നമ്മുടെ പോർട്ടിൻ്റെ അടുത്തുകൂടി പോകുന്നെങ്കിലും ഔട്ടർ ആങ്കറേജിൽ എത്ര കപ്പലാണ് നിലവിലുള്ളതെന്ന് നമുക്ക് നോക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ കാണുന്നത് ട്രേഡറാണ്. നമ്മളെ പോർട്ടിൽ സ്ഥിരമായിട്ട് വരുന്ന കപ്പലാണ്, ഫീഡർ ബസ്സിലാണ്. രണ്ടാമത് എസ്കാഡ എന്ന് പറയുന്ന കപ്പലാണ്, അതും ഫീഡർ ബസ്സിലാണ്. മൂന്നാമതുള്ള കപ്പൽ AS ആൽവ, അതും ഒരു ഫീഡർ ബസ്സിലാണ്. നാലാമതുള്ള കപ്പൽ MSC സുജിൻ, അതും നമുക്ക് സുപരിചിതമായ കപ്പൽ തന്നെയാണ്, ഫീഡർ ബസ്സിലാണ്. അടുത്ത് MSC പോളോ 2, അതും നമ്മുടെ പോർട്ടിൽ വരുന്ന കപ്പലാണ്, അതായത് അഞ്ചാമത്തെ കപ്പൽ. ആറാമത്തെ കപ്പൽ MSC ടിയ 5 എന്ന് പറയുന്ന കപ്പൽ. അങ്ങനെ 6 കപ്പലുകൾ നിലവിൽ നമ്മുടെ പോർട്ടിൻ്റെ പുറത്തുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ സിംഗപ്പൂരിൽ നിന്നും MSC ഗുൾസൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 6 ഫീഡർ ബസ്സുകൾ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. ഇത് നമ്മുടെ കൊളംബോ പോർട്ടിൽ നിന്നാവാം, ജിബൂട്ടിയിലാവാം, ഗൾഫ് രാജ്യങ്ങളിലെ കണ്ടെയ്നർ ആവാം, നമ്മുടെ രാജ്യത്തിലുള്ള കണ്ടെയ്നർ ആവാം, രാജ്യത്തിന് പുറത്തുള്ള കണ്ടെയ്നറുകളാവാം നമ്മുടെ പോർട്ടിൽ വെയിറ്റിങ്ങിൽ നിൽക്കുന്നത്. കാരണം ഇന്ത്യയിലെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടാണ് നമ്മുടെ പോർട്ട്. ഇനി നമുക്ക് നമ്മുടെ പോർട്ടിനകത്ത് എത്ര കപ്പലുകളുണ്ടെന്നാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് 2 ടെർമിനലാണ് നമ്മുടെ ബർത്തിലുള്ളത്, ടെർമിനൽ 1 ആൻഡ് ടെർമിനൽ 2. ടെർമിനൽ 1-ലുള്ള കപ്പൽ MSC സാൻ ഫ്രാൻസിസ്കോ. ആ കപ്പലിൻ്റെ ഡീറ്റെയിലേക്ക് നമുക്ക് പോകണം. കാരണം ഏറ്റവും പുതിയ കപ്പലാണ്, ആദ്യ ഓട്ടം നമ്മുടെ പോർട്ടിലേക്കാണ്. അതായത് നീറ്റിലിറങ്ങി ആദ്യമായിട്ട് വരുന്ന നമ്മുടെ പോർട്ടിലേക്കാണ്, ഏറ്റവും പുതിയ ഷിപ്പാണ്. നമുക്ക് ആ ഷിപ്പിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. ഡീറ്റെയിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ IMO നമ്പർ 9987328, ഫ്ലാഗ് ലൈബീരിയ. അതുമാത്രമല്ല, ഷിപ്പ് ബിൽഡ് ചെയ്ത് 30/4/2025 ബിൽഡ് ചെയ്ത് ഏറ്റവും പുതിയ 1.5 മാസമായിട്ടുള്ള ഷിപ്പ് ബിൽഡ് ചെയ്ത ഏറ്റവും പുതിയ ഷിപ്പാണ് നമ്മുടെ MSC സാൻ ഫ്രാൻസിസ്കോ. ഇനി അടുത്ത് ഷിപ്പ് നിലവിൽ ഷിപ്പിൻ്റെ ഓവറോൾ ലെന്ത് 366 മീറ്ററാണ്. അതായത് അൾട്രാ ലാർജ് വെസലല്ല, ഇതൊരു ലാർജ് വെസലാണ്. ബെർത്ത് എന്ന് പറയുന്നത് 51 മീറ്ററാണ്. മാക്സിമം ഡെപ്ത് എന്ന് പറയുന്നത് 22.6 മീറ്ററും മാക്സിമം ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 17 മീറ്ററുമാണ്. 22 നോട്ടിക്കൽ മൈൽ ഷിപ്പിന് സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റുന്ന കപ്പലിന് 16,000 TEU ഉൾക്കൊള്ളാൻ പറ്റുന്ന ഷിപ്പ്, ഏകദേശം 1400 റീഫർ കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ പറ്റുന്ന വലിയൊരു ഷിപ്പ് തന്നെയാണ്, ലാർജ് വെസൽ തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന MSC സാൻ ഫ്രാൻസിസ്കോ. അതാണ് ഇപ്പോൾ നമ്മുടെ പോർട്ടിൽ ബെർത്തിങ്ങിലായിട്ടുള്ള ഏറ്റവും പുതിയ ഷിപ്പ് തന്നെയാണ്. അതുമാത്രം ഡിവൽ ഫ്യുവൽ ആണ് അതിൽ ഉപയോഗിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. കപ്പലിൻ്റെ ഡീറ്റെയിൽ എടുക്കുന്ന സമയത്ത് തന്നെ കപ്പലിൻ്റെ ഫോട്ടോയും നമുക്കൊന്ന് കണ്ടുവരാം. വളരെ മനോഹരമായ ഫോട്ടോ ഇതാ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, വളരെ മനോഹരമായ ഫോട്ടോയാണ്. അത് മാത്രമല്ല, ഈ ഫോട്ടോയ്ക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. ആദ്യമായി ഇറങ്ങിയ ഷിപ്പാണ്, നമ്മുടെ പോർട്ടിലേക്കാണ് വരുന്നത്. നമ്മുടെ ഷിപ്പ് ട്രാക്കിംഗ് സോഫ്റ്റ്വെയറിലെല്ലാം എല്ലാ കപ്പലിൻ്റെയും ഫോട്ടോ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ കപ്പലിൻ്റെ ഫോട്ടോ എടുത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു വിഴിഞ്ഞം പോർട്ടിൽ വെച്ചിട്ടുള്ള ഫോട്ടോയാണ്. വെസൽ ഫൈൻഡറിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിലുള്ള ആദ്യ ഫോട്ടോയാണ്, നമ്മൾ പുറം ലോകം അറിയുന്ന ആദ്യ ഫോട്ടോ എന്ന് നമുക്ക് പറയാം. കാരണം വളരെ മനോഹരമായ ഷിപ്പിനെ കാണാൻ. കണ്ടോ, ഈ ഒരു ഷേപ്പിലാണ് ഫ്രണ്ട് പോർഷനൊക്കെ ഫിഷിനെ പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള ഷീൽഡൊക്കെ വെച്ചിട്ടുള്ള പ്രത്യേക ഷേപ്പാണ് MSC സാൻ ഫ്രാൻസിസ്കോയ്ക്കുള്ളത്. ലാർജ് വെസലാണ്. ഇതാ നമ്മുടെ പോർട്ടിൽ ബെർത്ത് ചെയ്തിരിക്കുന്ന വിഷ്വലാണ് കാണാൻ സാധിക്കുന്നത്. വളരെ മനോഹരമായ ഷിപ്പ് തന്നെയാണ് MSC സാൻ ഫ്രാൻസിസ്കോ. നമ്മുടെ ഈ പറയുന്ന MSC അയർണ പോർട്ടിൽ നിന്ന് പുറത്തേക്ക് പോയ സമയത്ത് ആ സമയത്ത് വന്ന ഷിപ്പാണ്. അതായത് 3 മണിയോടെയാണ് MSC അയർണ നമ്മുടെ പോർട്ടിൽ നിന്ന് വെനസ്വല പോർട്ടിലേക്ക് പോയത്. ആ സമയത്ത് വന്ന് ബെർത്ത് ചെയ്ത കപ്പലാണ് MSC സാൻ ഫ്രാൻസിസ്കോ. അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും സാധിച്ചില്ല. ഈ കപ്പൽ ഇന്ന് പോർട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മഴയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ കപ്പലിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് അടുത്ത പോർട്ടിലുള്ള അടുത്ത
ബർത്തിലുള്ള കപ്പലിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ നോക്കുന്നത്. നമ്മളിപ്പോൾ സാൻ ഫ്രാൻസിസ്കോ കണ്ടു കഴിഞ്ഞു. അടുത്ത ഒരു ഫീഡർ ബസ്സിലാവാം, നമുക്ക് നോക്കാം. ഇതാ ഒരു MSC ടൈഗർ F. അങ്ങനെ നിലവിൽ പോർട്ടിനകത്ത് 2 കപ്പലും പോർട്ടിൻ്റെ പുറത്ത് 6 കപ്പലും, ടോട്ടൽ 8 കപ്പലുകളാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിന് ചുറ്റുമുള്ളത്. ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് ആ കപ്പൽ കാണാനും സാധിച്ചു. ഇതാണ് MSC ഗുൾസനും നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൽ നിലവിലുള്ള കപ്പലിൻ്റെയും ഡീറ്റെയിൽ. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.